ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും വന്ദനവും സ്വാഗതവും. പത്രോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 9 വാക്യം അടിസ്ഥാനമാക്കിയാണ് നാം ഈ ദിവസങ്ങളിൽ ദൈവവചനം ചില നാളുകളായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നാം രാജകീയ പുരോഹിതവർഗം. എന്തിനാണ് ഈ തലക്കെട്ട് പിന്നെയും പിന്നെയും പറയുന്നതെന്ന് ചോദിച്ചാൽ, പുതിയതായി ആരെങ്കിലും ഈ വീഡിയോ, ഈ ഓഡിയോ കേൾക്കുകയാണെന്നെങ്കിൽ വിഷയം അവരെ ഗ്രഹിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. പത്രോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായം 9 വാക്യം. അതിൽ പൗരോഹിത്യം, പഴയ നിയമത്തിൽ ലേവ്യ പൗരോഹിത്യം, അവർ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി. പുതിയ നിയമസഭയിൽ ലേവ്യ പൗരോഹിത്യമല്ല, രാജകീയ പൗരോഹിത്യം ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവിനാൽ ആക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസീദാസന്മാർ നിർവഹിക്കുന്നു. അതിൽ പഴയ നിയമ ആരാധന കേന്ദ്രമായിരുന്ന സമാഗമന കൂടാരത്തെയും പുതിയ നിയമ ആരാധനാ സ്ഥലമാകുന്ന ദൈവസഭയെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയുള്ള പഠനമാണ് നാം പഠിക്കുന്നത്. പഴയ നിയമത്തിൽ കാണുന്ന ലേവ്യ പൗരോഹിത്യവും ആരാധനയെന്നു വേണ്ട സകല നിയമങ്ങളും ചട്ടങ്ങളും ആചാരങ്ങളും കേവലം നിഴൽ മാത്രമായിരുന്നു. പൊരുളോ ദൈവസഭയും ദൈവസഭയുടെ ശുശ്രൂഷകന്മാരും. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു. പുതിയ നിയമ രാജകീയ പുരോഹിതവർഗം ദൈവപുത്രൻ്റെ സ്ഥാനാപതികളായി, അംബാസഡേഴ്സായി ഈ ലോകത്തിൽ വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20 അധ്യായം 20 വാക്യത്തിൽ പറഞ്ഞത്, പിതാവാം ദൈവം തൻ്റെ സ്ഥാനാപതിയായി എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ എൻ്റെ സ്ഥാനാപതിയായി നിങ്ങളെ ലോകത്തിലേക്ക് അയക്കുന്നു. ഈ വിഷയം അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് എഴുതിയ വാക്യം കൊരിന്ത്യരുടെ 2 ലേഖനം 5 അധ്യായം 19 20 വാക്യങ്ങളാണ്. സമാഗമന കൂടാരത്തിൻ്റെ ഹൃദയവും മനസ്സും മസ്തിഷ്കവും ആയിരുന്ന പെട്ടകം ഖദിരമരത്താൽ നിർമ്മിക്കപ്പെട്ട ശേഷം പൂർണ്ണമായി ശുദ്ധതങ്കത്താൽ പൊതിയപ്പെട്ടിരുന്നതുപോലെ പുതിയ നിയമ മന്ദിരമാകുന്ന ദൈവസഭയുടെ സർവവുമായിരിക്കുന്ന ദൈവപുത്രൻ പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവവുമായിരുന്നു എന്നതിന് മുകളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന എത്ര തെളിവുകൾ, ഏകദേശം 16 തെളിവുകൾ. ഇതല്ലാതെ പിന്നെയും കിടക്കുന്നു. നമ്മൾ സ്ഥാപിതമായി 16 തെളിവുകൾ. പുതിയ നിയമ മന്ദിരമാകുന്ന ദൈവസഭയുടെ സർവവുമായിരിക്കുന്ന ദൈവപുത്രൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയിരുന്നു എന്നതാണ് നമ്മുടെ വിഷയം. അങ്ങനെയിരിക്കെ സമാഗമന കൂടാരത്തിനുള്ളിലെ പെട്ടകം ദൈവപുത്രൻ്റെ നിഴലാകുന്നു എന്നതുപോലെ പുതിയ നിയമസഭയാകുന്ന നാം വിചിന്തനം ചെയ്യുന്ന രാജകീയ പുരോഹിതവർഗം എന്ന ഓരോ വിശ്വാസിയും പെട്ടകത്തിൻ്റെ അഥവാ യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധികൾ, റെപ്രസെൻറ്റേറ്റീവ്സ്, അപ്പസ്തലന്മാർ, പ്രവാചകന്മാർ അല്ലേ? ആധാരവാക്യം കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 3 അധ്യായം 16-17 വാക്യങ്ങൾ. തന്നെയുമല്ല, മോശയും ബസലേലും ഒഹോലിയാബും ചേർന്ന് ജനങ്ങൾ വഴിപാടായി കൊണ്ടുവന്ന സാധന സാമഗ്രികൾ കൊണ്ട് സമാഗമന കൂടാരവും അതിനുള്ളിലെ ഉപകരണങ്ങളും ഉണ്ടാക്കിയെങ്കിലും അവ ഒന്നിൻ്റെ മേലും യാതൊരുവിധ അവകാശമോ ഉടമസ്ഥതയോ ഉണ്ടാക്കിയവർക്കാർക്കും ഇല്ലായിരുന്നു. അവർ അത് പ്രയോഗിച്ചതും ഇല്ല. ഒരിക്കൽ കൂടെ പറയാം, മോശയും ബസലേലും ഒഹോലിയാബും ചേർന്നാണ് സമാഗമന കൂടാരം ഉണ്ടാക്കിയത്. അത് ജനത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വഴിപാടുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് കൊടുത്തവരും വാങ്ങിയവരും നിർമ്മാതാക്കളും ഈ സമാഗമന കൂടാരത്തിൻ്റെ മേൽ ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല. അതുപോലെ പുതിയ നിയമസഭയുടെ വിശ്വാസികളുടെ മേൽ ഭൂലോകത്തിലുള്ള ഒരുവനും, എന്തിനധികം ഒരു വിശ്വാസിക്കും അവനവൻ്റെ മേൽ പോലും സ്വയം അവകാശമില്ല.
എന്ന നഗ്നസത്യം അറിഞ്ഞുകൊള്ളണം. കാരണം ദൈവപുത്രൻ തൻ്റെ വിലയേറിയ രക്തം വിലയായി കൊടുത്ത് നാം ഓരോരുത്തരെയും അന്ധകാരത്തിൻ്റെ അധിപതിയായിരുന്ന പിശാചിൻ്റെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയതാണ്. ദൈവം നമ്മളെ ക്രയം കൊണ്ടതിനാൽ, വിലയ്ക്ക് വാങ്ങിയതാൽ നാം ആരും നമുക്ക് സ്വന്തമല്ല എന്നും മറന്നു പോകരുതെന്നാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 19-20 വാക്യത്തിൽ ഓർപ്പിച്ചത്. ഇതേ വിഷയത്തോട് വിശുദ്ധ പത്രോസും ഒന്നു ചേർന്ന് പറഞ്ഞ കാര്യം, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആകയാൽ ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഭാഗത്ത് പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 18-19 വാക്യത്തിലാണ് ഉണ്ടാക്കിയ ഒഹലിയാവിനും ബസലേലിനും മോശയ്ക്കും ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ പൊന്നും വെള്ളിയും വലിയ രത്നക്കല്ലുകൾ പോലും കൊടുത്ത ഒരു ഇസ്രയേല്യനു പോലും കൂടാരത്തിൻ്റെ ഒരു കഴഞ്ചിന്മേലും ഒരു അവകാശമില്ലായിരുന്നു എങ്കിൽ പുതിയ നിയമ രാജകീയ പുരോഹിതവർഗത്തിലെ ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നടത്തുന്ന ഒരു ശുശ്രൂഷകനോ താനുണ്ടാക്കിയ സഭയുടെ മേലോ ഇതെൻ്റെ വിശ്വാസി, ഇതെൻ്റെ സഭ എന്ന് പറയുവാൻ എന്താണ് അവകാശം? ഒരിക്കലും അത് മറന്നു പോകരുത്. ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വരുന്ന പുരോഹിതനും അന്നത്തെ അതാത് കാലങ്ങളിലുള്ളതായിരുന്ന മഹാപുരോഹിതന്മാർക്കും ആലയത്തിന്മേലോ ഉപകരണത്തിന്മേലോ ഉടമസ്ഥാവകാശമില്ലായിരുന്നു എങ്കിൽ പുതിയ നിയമസഭ രാജകീയ പുരോഹിതവർഗം ഒരു വിശ്വാസിയുടെ മേലോ സ്വയമായി വിശ്വാസിയുടെ മേലോ സഭയുടെ മേലോ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുന്നതല്ല. സഭാ ഹോൾ താൻ ഉണ്ടാക്കിയതായിരിക്കാം, തൻ്റെ പരിശ്രമത്താൽ അത് ഒരു സഭയുണ്ടായതായിരിക്കാം. സഭാ ഹോൾ നിങ്ങളുടേതല്ല, സഭയിലെ വിശ്വാസികൾ നിങ്ങളുടേതല്ല. നിങ്ങൾ സഭയുടെ വേലക്കാർ മാത്രമാണ്. ഇത് സത്യമാണ്. ഇത് ഗ്രഹിച്ചാൽ എത്രയോ നന്നായിരുന്നു. അതുകൊണ്ടാണ് സഭ എന്ന വിഷയത്തെക്കുറിച്ച് ഇസ്രയേലിൻ്റെ സർവ്വസഭയെയും താരതമ്യപ്പെടുത്തിയും ദൈവസഭയുടെ ശുശ്രൂഷന്മാർ പഴയ നിയമത്തിലെ പുരോഹിതന്മാരായിട്ടും ഒക്കെ താരതമ്യം ചെയ്ത് പഠിക്കുന്നത്. ഒന്ന് വെറും നിഴൽ, മറ്റേത് പൊരുൾ. നിഴലിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യവും മർമ്മങ്ങളും പൊരുളായിരിക്കുന്ന ദൈവസഭയിലും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അടുത്ത ഭാഗം പെട്ടകത്തിൻ്റെ ഉള്ളടക്കവും ദൈവപുത്രനും വിശ്വാസിയും. ഒരിക്കൽ കൂടെ പറയാം, പെട്ടകത്തിൻ്റെ ഉള്ളടക്കവും ദൈവപുത്രനും വിശ്വാസിയും. പെട്ടകത്തിൻ്റെ ഉള്ളിൽ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 16-21 വാക്യങ്ങളിലും എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലും കാണുന്ന വിഷയം ഇവിടെ പറയട്ടെ. ഒന്ന്, മന്ന ഇട്ടുവെച്ച പൊൻപാത്രം. എബ്രായർ 9:4, പുറപ്പാട് 16:33. അഹരോന്റെ തളിർത്ത വടി. എബ്രായർ 9:4, സംഖ്യാപുസ്തകം 17-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 3, നിയമത്തിൻ്റെ കൽപ്പലകകൾ. പുറപ്പാട് 25:16, 32:15, 16, 19, 24-ാം അധ്യായം 12-ാമത്തെ വാക്യം, 31-ാം അധ്യായം 18, 34-1, 29. ഇത്രയും വാക്യങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:4. ഇതാണ് പെട്ടകത്തിൻ്റെ ഉള്ളടക്കം. പെട്ടകം ദൈവപുത്രനെ കാണിക്കുന്നതാണ്. ഇനിയും തുടരുകയാണ് വ്യാഖ്യാനം. സ്വന്തം വ്യാഖ്യാനമല്ല, വചനാടിസ്ഥാനത്തിൽ വചനത്തെ കോർത്തിണക്കിയുള്ള വ്യാഖ്യാനം. അതുകൊണ്ടിത് കേൾക്കുന്നവർ തെസ്സലോനിക്കയേക്കാൾ ഉത്തമന്മാരായിരുന്ന ബെറോവയിലെ വിശ്വാസികളെ പോലെ ഈ തിരുവചനത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയുണ്ടോ എന്ന് തിരുവെടുത്ത് തന്നെ വെച്ച് ഒന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ദൈവപുത്രനും മന്നയിട്ട് വെച്ച പൊൻപാത്രവും ഉള്ളടക്കത്തിൽ ഒന്നാമത്തെ വിഷയമാണല്ലോ. പുറപ്പാട് ദിവസം 25-ാം അധ്യായം 16, 21, എബ്രായർക്ക് എഴുതിയ 9:4. മന്ന എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ഇതെന്ത്? മാൻഹു എന്നാണ് എബ്രായ പദത്തിൽ കൊടുത്തിരിക്കുന്നത്. മാന്ന എന്ന ഗ്രീക്ക് പദത്തിലും
വാക്കിൻ്റെ അർത്ഥം വാട്ട് ഈസ് ദിസ്, ഇതെന്ത് എന്നാണ്. അതിന് കാരണങ്ങളുണ്ട്. മരുഭൂമിയിൽ പാർത്തിരുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് ജീവൻ നിലനിർത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പാളയത്തിന് ചുറ്റും വർഷിച്ചു കൊടുത്ത സ്വർഗീയ ധാന്യം ആയിരുന്നു മന്ന. സങ്കീർത്തനം പുസ്തകം 78:24. അത് ശക്തന്മാരുടെ അപ്പവും ആയിരുന്നു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. അവർക്ക് ലഭിച്ച അഥവാ പ്രാപിച്ച ഭക്ഷണം ഭക്ഷിച്ച ശേഷം അവർ ആ ധാന്യത്തിന് അഥവാ ആ സാധനത്തിന്, ഇതെല്ലാം മന്നായ്ക്ക് കൊടുത്തിരിക്കുന്ന പേരുകളാണ് കേട്ടോ, ആ ധാന്യത്തിന് അഥവാ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. പുറപ്പാട് ദിവസം 16:31. അത് ലഭിച്ച മാത്രയിൽ അവർ ആർക്കും അത് എന്താകുന്നുവെന്ന് അറിയായികയാൽ അവർ തമ്മിൽ അവരുടെ ഭാഷയിൽ, എബ്രായ ഭാഷയിൽ, ഇതെന്താകുന്നു എന്ന് ആശ്ചര്യം പൂണ്ട് പറഞ്ഞു. ആ എന്താകുന്നു എന്ന ചോദിച്ച എബ്രായ പദത്തിനാണ് മലയാളത്തിൽ മന്ന എന്ന പേർ നാം വായിക്കുന്നത്. ലോകത്തിലെ എല്ലാ ഭാഷകളിലും മന്ന എന്ന പദം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവർ ആ പദാർത്ഥത്തിന്, ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. സംഭവം നടന്നത് BC 1650 സീനായി മരുഭൂമിയിൽ വെച്ചായിരുന്നു. അവർ വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷം ആ ധാന്യം, ദേശത്തിൽ നിന്നുള്ള ധാന്യം ഭക്ഷിക്കുന്നിടം വരെ തുടരുകയും ദേശത്തെ ധാന്യം ഭക്ഷിച്ച ദിവസം അത് നിന്നു പോകുകയും ചെയ്തു. അപ്പോൾ 1650 മുതൽ 40 ദീർഘസംവത്സരങ്ങൾ 1610 വരെ എല്ലാ ദിവസവും പെറുക്കുമ്പോഴും അത് പാകം ചെയ്യുമ്പോഴും ഭക്ഷിക്കുമ്പോഴും മന്ന തിന്നോ, മന്ന ഭക്ഷിച്ചോ, എല്ലാവരും തമ്മിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെന്ത് ഭക്ഷിച്ചു, ഇതെന്ത്, അത് ഭക്ഷിച്ചോ? ആ ചോദ്യം ഈ 2024 തുടരുന്നു. മാൻഹു, യോശുവയുടെ പുസ്തകം 5:12. ചരിത്രമുള്ളിടത്തോളം കാലം ഇതെന്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. മന്ന ഒരു മർമ്മമാണ്. അതിശയോക്തി നിറഞ്ഞ മോശയ്ക്കും അഹരോനും ഉത്തരം പറയുവാൻ സാധിക്കാത്ത ഈ അത്ഭുത സാധനത്തിൻ്റെ വിശേഷതകൾ. ദൈവത്തെ മോശയെപ്പോലെ കണ്ടൊരു മനുഷ്യനില്ല. മോശ മുഖാന്തരം മന്ന കൊടുത്തു. തമ്മിൽ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ് കർത്താവ് എന്ന് മോശയും ചോദിച്ചില്ല. മധ്യസ്ഥനായ ആദ്യത്തെ മഹാപുരോഹിതൻ അഹരോനും ചോദിച്ചില്ല. അഹരോനും മോശയും യോശുവയും പിന്നീട് വന്ന എല്ലാ വ്യക്തികളും തമ്മിൽ ചോദിച്ച ചോദ്യം 1650 BC ചോദിച്ചത് ഇന്നും തുടരുന്നു. തിരുവചനത്തിൽ ഒരല്പം കൂടെ കഴിഞ്ഞിട്ട് ഇതെന്താണെന്നുള്ള ഉത്തരം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവയുടെ പുസ്തകം അന്വേഷിച്ചു വായിച്ചു നോക്കുവിനൊന്നിനും ഇണയില്ലാതിരിക്കയില്ലല്ലോ, യഹോവയുടെ വായല്ലേ കൽപ്പിച്ചതെന്ന് യെശയ്യാപ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഉത്തരം പിന്നീട് പറയുന്നതാണ്. അതിശയോക്തി നിറഞ്ഞതും മോശയ്ക്കും അഹരോനും ഉത്തരം പറയുവാൻ സാധിക്കാത്തതുമായ ഈ അത്ഭുത വസ്തു അഥവാ സാധനത്തിൻ്റെ വിശേഷതകൾ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ടാൽ ഗ്രഹിക്കാവുന്നതാണ്. അതിനെ അല്പാൽപമായി ഇവിടെ വിശകലനം ചെയ്യാം. ഈ മന്നയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ അല്പമായി അറിഞ്ഞവർ പൂർണ്ണമായി അറിയുക, അറിഞ്ഞിട്ടില്ലാത്തവർ മുഴുവനുമായി അറിയുക, അറിഞ്ഞവർക്ക് കുറച്ചുകൂടെ കൂടുതലായി അറിയുക. അതാണ് ഈ പഠന പരമ്പരയുടെ പ്രധാന ലക്ഷ്യം. ഒന്നാമത്തെ സ്റ്റേജ്, അതിൽ ഒന്നാമത്തെ കാര്യം, പ്രഭാതകാലത്ത് പാളയത്തിന് ചുറ്റും മഞ്ഞുപോലെ വീണ് കിടക്കും. പാളയത്തിന് ചുറ്റും. രണ്ടാമത് ഇതിൻ്റെ വിശേഷം, മഞ്ഞ് മാറിയ ശേഷം, മഞ്ഞിൽ നിറഞ്ഞാണല്ലോ വീഴുന്നത്, മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പൽ മാതിരിയിൽ ഒരു നേരിയ വസ്തു
ഉറച്ച മഞ്ഞ് പോലെ, ഐസ് കട്ടി പോലെ നിലത്ത് കിടക്കും. ഇതിനുള്ള വിശേഷത, മണ്ണിലാണ് വീഴുന്നതെങ്കിലും മണ്ണിതിൽ പറ്റുകയില്ല. ഇത് അശുദ്ധമായ സ്ഥലത്ത് വീഴാതിരിപ്പാൻ പാളയം വിശുദ്ധവുമായിരുന്നു. മൂന്നാമത്, ഓരോരുത്തന് ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കിക്കൊള്ളണം. അപ്പം വേണ്ടവരൊക്കെ പോയി പെറുക്കണം. നാലാമത്, താന്താൻ്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്ത വണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം. ഇടങ്ങഴി എന്ന് പറയുമ്പോൾ ഒരളവ്, ഓരോരുത്തർക്ക് എത്ര ഭക്ഷിക്കാമോ അത്രയും എടുക്കാമെന്നാണ്, അല്ലാതെ തുല്യ അളവല്ല. അഞ്ചാമത്, ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി. ആറാമത്, ഇടങ്ങഴി കൊണ്ട് അകത്തു വന്നളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറേ പെറുക്കിയവന് കുറേയും കണ്ടില്ല. ഒരത്ഭുതം. അതുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത്, ഇതെന്ത്? ഇന്നും ചോദിക്കുന്നു, ഇതെന്ത്? ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി തീർന്നിരിക്കുന്നു എന്ന് 112 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇന്നും ഒരു പ്രാസംഗ്യനും ഒരു വേദവിജ്ഞാനിയും വ്യാഖ്യാതാവും പോലും ഇതെന്ത് എന്നുള്ളതിന് ഉത്തരം കണ്ടിട്ടില്ല. ഏഴാമത്, ഇതിൻ്റെ വിശേഷത, പിറ്റേ നാളേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കുവാൻ പാടില്ല. ഇന്ന് തിന്ന് നിറഞ്ഞ് പുളച്ച ശേഷം ബാക്കിയവരെടുത്ത് വെച്ച് നാളെ ഭക്ഷിക്കാം എന്ന് പറയുവാൻ പാടില്ല. അന്നേക്കുള്ളത് ഭക്ഷിച്ചു കൊള്ളണം. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുത്രൻ തമ്പുരാൻ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ ആവശ്യം പിതാവായി ദൈവത്തോട് അറിയിക്കുമ്പോൾ അന്നേക്കുള്ളത് തരണമേ എന്ന് പറയുവാൻ കാരണം. എട്ടാമത്, ചിലർ ആ ആലോചനയ്ക്ക് അനുസരണം കാണിക്കാതെ അനുസരണം കേട്ട് പിറ്റേ നാളത്തേക്ക് ശേഷിപ്പിച്ചു. അത് കൃമിച്ച് നാറിപ്പോയി. ഒൻപതാമത്, പെറുക്കിയ ശേഷം നിലത്ത് ശേഷിക്കുന്നത് വെയിൽ മൂക്കുമ്പോൾ ഉരുകിപ്പോകും. അതുരുകി മണ്ണിൽ വീണതുകൊണ്ട് ഈ ഭക്ഷണ പദാർത്ഥമല്ലേ, മണ്ണ് കളങ്കപ്പെട്ടു പോകുകയില്ല. ഇതെന്താ എന്നാണ് അവർ ചോദിച്ചത്. ഇന്നും അന്നും എന്നും ഇതൊരു മർമ്മം. അതിശയോക്തി നിറഞ്ഞ ഈ വിഷയത്തിൻ്റെ 1-ാം ഘട്ടം, ഇതുവരെ 9 കാര്യങ്ങൾ വഴി നാം പഠിച്ചു. 2-ാമത്തെ ഘട്ടത്തിലേക്ക് അടുത്ത് പ്രവേശിക്കാം. ഇതെന്ത് എന്നർത്ഥം വരുന്ന മാൻഹു, മന്നയുടെ അടുത്ത സെക്കൻഡ് സ്റ്റേജ്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയദൃഷ്ടി തുറക്കണമേ. വചനത്തിൻ്റെ നിർമ്മല സത്യം ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അടിയങ്ങളെ എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.